അശ്വന്തൂക്ക് പറഞ്ഞായിരുന്നേ, ആ പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? എടാ, എന്റെ ഉദ്ദേശം നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലേ? ഒരിക്കലുമല്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോൾ നല്ലതാണോ ചീത്തയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോസിന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ, സിനിമ അതൊന്നും പലർക്കും പലരും ഇതൊക്കെ കാണിക്കും, ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമയോടെ നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവനെ പണിയൊന്നും അറിയില്ല എന്ന്. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയണേ. പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മളറിയുക പുള്ളി അമ്പിനും വില്ലിനും എടുക്കാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത, അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, ഒരു പല ഘട്ടങ്ങളിലായിട്ട് വീണു പോകും. ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ലേ? അല്ല, നല്ല സിനിമകൾ ഇപ്പൊ ചെയ്യുന്നത് നല്ലതല്ലേ? ഇപ്പൊ നോക്കി എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? നിനക്ക് എൻ്റെ ഒരു ഫോർമുല എങ്ങനെയാണ് ഇവന് പറഞ്ഞു കൊടുക്കുക? നീ എൻ്റെ 2-3 ഒരു മിനിറ്റ് അല്ല, ഇതാണ് പ്രശ്നം. ഞാൻ എൻ്റെ 2-3 ഇൻ്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.